So ഇന്ന് we are going to discuss about algal culture. Algal culture is actually a genetically homogeneous clone propagated from one individual cell or filament in an artificial environment. So it is a kind of aquaculture. നമ്മളൊരു aquaculture പോലെയാണ് നമ്മളവിടെ ചെയ്യുന്നത്. Actually, it involves the farming of species of algae. Algal speciesന്റെ farmingനെയാണ് നമ്മൾ algal culture എന്ന് പറയുന്നത്. Here, homogeneous ആയിട്ടുള്ള ക്ലോൺ ആണ് അവിടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഒരു ഇൻഡിവിജ്വൽ നിന്നോ അല്ലെങ്കിൽ ഒരൊറ്റ ഫിലമെന്റിൽ നിന്നോ ആർട്ടിഫിഷ്യൽ എൻവയോൺമെന്റൽ കണ്ടീഷൻസിൽ നമ്മൾ ആൽഗൽ കൾച്ചർ ചെയ്യുന്നു അല്ലെങ്കിൽ ആൽഗേനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു, സിമിലർ ടു ടിഷ്യൂ കൾച്ചർ. This is very essential when conducting competition studies, bioassays, assessment of zooplankton, food preferences, and determination of algal life histories. So here we can say that majority of algae that are cultivated, which make up into this propagation, comes into the category of microalgae. We refer to as phytoplanktons, microphytes, planktonic algae തുടങ്ങിയ പോലുള്ള മൈക്രോ ആൽഗേസ് ആണ് കൂടുതലും നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ബട്ട് മാക്രോ ആൽഗെ കൂടുതലും ഉപയോഗിക്കുന്നുണ്ട് കുറേയൊക്കെ. ദേ ആർ നോൺ ആസ് സീവീഡ്സ് എന്നുള്ള രീതിയിലാണ് കൊമേഴ്സ്യലായിട്ടും ഇൻഡസ്ട്രിയൽ യൂസസിനും വേണ്ടിയിട്ടൊക്കെ ഇത് യൂസ് ചെയ്യുന്നതുമുണ്ട്. സോ കൊമേഴ്സ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ആൽഗെ കൾട്ടിവേഷന് ഒരുപാട് യൂസസ് ഉണ്ട്, like including the production of ingredients such as omega-3 fatty acids, natural colorants, dyes, food, fertilizer, bioplastics, chemical feedstock, pharmaceuticals, algal fuel, ഇതുപോലുള്ള കാര്യങ്ങൾക്കും അതുപോലെ പൊല്യൂഷൻ കൺട്രോളിനുമൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. certain pictures of algal culture ആണ് higher concentration, higher quantity commercial purposes വേണ്ടി യൂസ് ചെയ്യുന്ന algal cultivation. Now we can say that the concentration higher than that we found in nature. Nature കാണുന്നതിനെക്കാട്ടും higher concentrations ലായിരിക്കും നമ്മൾ ഇവിടെ കാണപ്പെടുക, cultivation അല്ലെങ്കിൽ culture കാണപ്പെടുക. We have to be enriched with nutrients to make up for the deficiencies. Sea water ലുള്ള deficiency നമ്മൾ ഇവിടെ make up ചെയ്യാണ് ചെയ്യുന്നത്. Micronutrients that we use as are nitrates, phosphates, silicates, ഇതൊക്കെ അല്ലെങ്കിൽ NPK ഇങ്ങനെയുള്ള രീതിയിൽ പലതരം ന്യൂട്രിയൻസുകളും മൈക്രോ ആൻഡ് മാക്രോ ന്യൂട്രിയൻസുകളും നമ്മളിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. Silicate use in the diatoms in the case of production of shell form silicates. Micronutrients such as trace elements, vitamins like thiamine, cyanocobalamin, biotin, ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. These are some of the pictures of culture and cultivation. Different parameters are regulating the algal growth. അതായത് ചില physical and chemical conditions വളരെ important ആണ് നമ്മുടെ algal cultivation. The most important parameters regulating algal growth എന്ന് പറയുന്നത് nutrient quality വളരെ important ആണ്. പിന്നീട് നമ്മൾ പറയുന്നത് ലൈറ്റ്, pH, turbulence, salinity, temperature, ഇവരെല്ലാം വളരെ important ആണ്. ഓരോന്നിനും ഒപ്റ്റിമൽ ടെമ്പറേച്ചറും പാരാമീറ്റേഴ്സും അതിന് ഓരോ റേഞ്ചസും ഉണ്ടായിരിക്കും ഈ പറയുന്ന പാരാമീറ്റേഴ്സ്. Concentration of cells in phytoplankton cultures very higher than those in found in nature. എപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ പാരാമീറ്റേഴ്സ് ചേഞ്ച് ചെയ്യും. pHന്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ 7.9 ഒക്കെ ആയിരിക്കും pH. ഒപ്റ്റിമൽ എന്ന് പറയുന്നത് 8.2 to 8.7 ആയിരിക്കും. പിന്നീട് it is said that നമ്മുടെ മൈക്രോന്യൂട്രിയൻസ് കൺസിസ്റ്റ് ഓഫ് വേരിയസ് ട്രേസ് എലമെന്റ്സ് ഒക്കെ ഉണ്ടായിരിക്കും. സോ അതിനനുസരിച്ച് നമ്മുടെ pH ലെവലും എല്ലാം മാറുകയും ചെയ്യും. ടെമ്പറേച്ചർ വേരിയേഷൻ 16 to 27, salinity 12 to 40, ലൈറ്റ് ഇന്റൻസിറ്റി 1000 to 10,000 ആയിരിക്കും ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഒപ്റ്റിമൽ എന്ന് പറയുന്നത് 2500 to 5000. ഫോട്ടോ പീരിയഡ് ഓൾസോ ഒപ്റ്റിമൽ വുഡ് ബി 16:8 അല്ലെങ്കിൽ 24:0 ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക. Essential ആയിട്ട് നമുക്ക് പറയുന്നത് it is used in competition studies, bioassays, assessment of zooplankton, ഇങ്ങനെ പല കാര്യങ്ങളിൽ ഇത് molecular systematic വർക്ക്സിലൊക്കെ കാണപ്പെടുന്നുണ്ട്. യൂഷ്വലി യൂണി ആൽഗൽ ആയിരിക്കും കൾട്ടിവേഷൻ ആൻഡ് കൾച്ചർ എന്ന് പറയുന്നത്. only one kind of algae we are using for the propagation. അതിന് ആക്സനിക് എന്നും പറയും because it contain only one kind of algae in a single culture. Other thing that we need to learn is that
ഇവിടെ നമ്മൾ ഔട്ട്ഡോർ, ഇൻഡോർ, ഓപ്പൺ, ക്ലോസ്ഡ്, ബാച്ച്, കണ്ടിന്യൂസ്, സെമി കണ്ടിന്യൂസ് ഇങ്ങനെ രീതിയിലായിരിക്കും കൾച്ചർ ചെയ്യുക. ഇൻഡോർ കൾച്ചർ ഉണ്ടായിരിക്കും, ഔട്ട്ഡോർ കൾച്ചർ ഉണ്ടായിരിക്കും. ആ ടെമ്പറേച്ചർ വേരിയേഷൻസ് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇൻഡോർ കൾച്ചറിൽ അതെല്ലാം ഒപ്റ്റിമലും നമ്മൾ ആവശ്യാനുസരണം കൊടുക്കും, കൺട്രോൾഡ് ആയിരിക്കും. ഔട്ട്ഡോർ എന്ന് പറയുമ്പോൾ അൺകൺട്രോൾഡ് ആയിരിക്കും, നമ്മുടെ നാച്ചുറലി കിട്ടുന്ന ഇതിനനുസരിച്ച്. അത് തന്നെയാണ് ഓപ്പണിൽ നമ്മൾ കാണപ്പെടുന്നത്. ക്ലോസ്ഡ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെയും കണ്ടെയ്നേഴ്സ് ആയിരിക്കും, പക്ഷെ മാനേജബിൾ ആയിരിക്കും എൻവയോൺമെന്റൽ കണ്ടീഷൻസ്. പിന്നെ ബാച്ച്, കണ്ടിന്യൂസ്, സെമി കണ്ടിന്യൂസ് എന്ന് പറയുന്നത് അത് ഫൈറ്റോ പ്ലാങ്ക്ടൺ കൾച്ചറിലാണ് യൂസ് ചെയ്യുക. പലതരത്തിലുള്ള കൾച്ചർ പിക്ചേഴ്സ് ആണിത്. There is a disadvantage and advantages for various algal culture techniques. കൾച്ചർ ടെക്നിക്സുകൾ നോക്കുമ്പോഴത്തേക്ക് ഇൻഡോർ, ഔട്ട്ഡോർ, ക്ലോസ്ഡ്, ഓപ്പൺ ഇങ്ങനെ പല രീതിയിലുണ്ടെങ്കിലും ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും കാണും. ഇൻഡോർ എന്ന് പറയുമ്പോഴത്തേക്കും വി നീഡ് ടു ഹാവ് ഇറ്റ്സ് ടു ബി ഹൈലി കൺട്രോളബിൾ ആണ്, ഡിഗ്രി ഓഫ് കൺട്രോൾ ഉണ്ടായിരിക്കും, എക്സ്പെൻസീവും ആയിരിക്കും. ഔട്ട്ഡോർ വിൽ ബി ചീപ്പർ ആയിരിക്കും ബിക്കോസ് ലെസ് പ്രഡിക്റ്റബിൾ ആൻഡ് ലെസ് കൺട്രോൾ മതി. ക്ലോസ്ഡ് എന്ന് പറയുമ്പോൾ കണ്ടാമിനേഷൻ വെരി ലെസ് ആണ്, എക്സ്പെൻസീവ് ആണ്. ഓപ്പൺ ഇസ് ചീപ്പർ, കണ്ടാമിനേഷൻ കൂടുതൽ ഉണ്ടായിരിക്കും ബിക്കോസ് ഇറ്റ് ഈസ് എക്സ്പോസ്ഡ് ടു അതർ organisms in the air and water, etc. etc. ആക്സനിക് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ എക്സ്പെൻസീവ് ആയിരിക്കും, ഡിഫിക്കൽട്ട് ആയിരിക്കും. നോൺ ആക്സനിക് എന്ന് പറയുമ്പോൾ ചീപ്പർ ആണ്, ലെസ് ഡിഫിക്കൽട്ട് ആണ്. പക്ഷെ കാരണം അവിടെ മിക്സ് ഓഫ് ആൽഗെ വരുന്ന കാരണം. മറ്റടുത്ത് ഒരൊറ്റ ആൽഗെ വരുമ്പോഴത്തേക്കും നമുക്കത് ആക്സനിക് എന്ന് പറയുമ്പോൾ ഒരൊറ്റ ആൽഗെ മാത്രമേ കാണുള്ളൂ. അവിടെ അതിന്റെ കൺട്രോളബിൾ എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ എക്സ്പെൻസീവ് ആയിരിക്കും ഒരൊറ്റ ആൽഗെ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ബിക്കോസ് എഫിഷ്യന്റ് ആണ്, പക്ഷെ വെരി ഡിഫിക്കൽട്ട് ആണ് ബിക്കോസ് വി യൂഷ്വലി ഓൺലി പോസിബിൾ ഫോർ സ്മോൾ കൾച്ചർ ക്വാണ്ടിറ്റീസ് മാത്രമേ കണ്ടിന്യൂസിന് പറ്റത്തുള്ളൂ. സെമി കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഈസിയാണ് ബിക്കോസ് നമ്മൾ കോംപ്ലക്സ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒന്നും അവിടെ യൂസ് ചെയ്യുന്നില്ല, അത് കാരണം. ഇനി സെമി കണ്ടിന്യൂസിൽ തന്നെ വിച്ച് ഈസ് സംവാട്ട് ഈസിയർ ആയിരിക്കും ബട്ട് ലെസ് റിലയബിൾ ആയിരിക്കും. ബാച്ച് കൾച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് ഈസിയസ്റ്റ് ആയിരിക്കും ബട്ട് മോസ്റ്റ് റിലയബിൾ ആയിരിക്കും. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഐസൊലേഷൻ ഓഫ് മൈക്രോ ആൽഗെ. ഐസൊലേഷൻ ഓഫ് മൈക്രോ ആൽഗെ നമ്മൾ പറയുമ്പോഴത്തേക്ക് മെറൈൻ ഫൈറ്റോ പ്ലാങ്ക്ടൺസ് വെരി എക്സ്ട്രീംലി ടോളറന്റ് ടു സലൈനിറ്റി. അപ്പൊ അങ്ങനെ സലൈനിറ്റിയിൽ വളരെ ടോളറന്റ് ആയിരിക്കുന്ന കേസസിൽ മോസ്റ്റ് സ്പീഷീസ് ഗ്രോ ബെസ്റ്റ് അറ്റ് സലൈനിറ്റി വിച്ച് ഈസ് ദാറ്റ് ഈസ് സ്ലൈറ്റ്ലി ലോവർ ദാൻ ദാറ്റ് ഓഫ് നേറ്റീവ് ഹാബിറ്റാറ്റ്. സോ അങ്ങനത്തെ കേസിൽ നമ്മൾ കൺട്രോളബിൾ ആയിട്ട് സലൈനിറ്റി 20 to 24 gram per liter നമ്മൾ ഒപ്റ്റിമൽ കണ്ടീഷൻസിൽ യൂസ് ചെയ്യുന്നു. പിന്നീട് ഈ പറയുന്ന ആൽഗേസിനൊക്കെ നമുക്ക് ഐസൊലേറ്റ് ചെയ്യണം ആ കൺട്രോളബിൾ സിറ്റുവേഷൻസിൽ എത്തിക്കാൻ വേണ്ടിയിട്ട്. സോ മൈക്രോ ആൽഗേസ് സാധാരണ സിംഗിൾ സ്പീഷീസ് കൾച്ചറിലാണ് ഐസൊലേറ്റ് ചെയ്യുക. സോ ഐസൊലേഷൻ ഓഫ് മൈക്രോ ആൽഗെ ഈസ് മച്ച് നീഡഡ് ഫോർ ഹയർ ക്വാണ്ടിറ്റി ലെവൽ കൾട്ടിവേഷൻ. ഇപ്പൊ ഹയർ ക്വാണ്ടിറ്റി ലെവൽ കൾച്ചറിൽ നമ്മൾ ഈ സലൈനിറ്റിയും ഇതെല്ലാം ന്യൂട്രിയൻസും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മൾ സിംഗിൾ ആൽഗേനെ എടുത്തുകൊണ്ട് നമ്മൾ കൾച്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഐസൊലേഷൻ ഓഫ് മൈക്രോ ആൽഗെ ഈസ് വെരി മച്ച് നീഡഡ് ബിക്കോസ് അവിടെ മിക്സ് പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഐസൊലേഷൻ ഓഫ് മൈക്രോ ആൽഗെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞു ആക്സനിക്കിന്റെ കേസിൽ പ്രഡിക്റ്റബിൾ ആണ്, എക്സ്പെൻസീവ് ആണ്. പക്ഷെ അവിടെ നമ്മൾ സിംഗിൾ ഐസൊലേഷൻ ഓഫ് ആൽഗെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഐസൊലേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. Microalgae is so important, have a lot of benefit, but it is very hard to get pure culture of algae because it may contain other species. So to have a single species culture, isolation of microalgae is very much needed. There are few techniques which we are using like streaking, spraying, then isolation by dilution. ഇതെല്ലാം നമ്മൾ മേജർ ആയിട്ട് യൂസ് ചെയ്യുന്ന ചിലതരം isolation process ആണ്. First one is streaking samples on agar plates. The materials that we use are agar plates, agar inoculation loop, Bunsen burner, centrifuge, append of tubes. ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക. മെത്തേഡ് എന്ന് പറയുന്നത് we have to take 1 milliliter of sample that was inserted into append of tube and being centrifuged at 5000 rpm for 10 minutes. ഇതാണ് append of tubes എന്ന് പറയുന്നത്. റൈറ്റ് സൈഡിൽ കാണുന്നത് ഈ append of tube 1 milliliter സാമ്പിൾ എടുക്കുകയാണ്, എന്നിട്ട് സെൻട്രിഫ്യൂജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു ഇനോക്കുലേഷൻ ലൂപ്പ് എന്ന് പറയുന്നത് ഈ പിക്ചറിൽ കാണുന്ന പോലെ ആ എൻഡിൽ റൗണ്ട് ഉള്ളതാണ് ഇനോക്കുലേഷൻ ലൂപ്പ് എന്ന് പറയുന്ന നീളമുള്ള ഒരു ലെങ്തി ആയിട്ടുള്ള കാര്യം. ഇത് സ്റ്റെറൈൽ ചെയ്യുന്നു ബൈ പുട്ടിംഗ് ദ ലൂപ്പ് ഇൻ ടു ഫ്ലെയിം ഓഫ് ബൺസൺ ബർണർ ആൻഡ് ലെറ്റ് ഇറ്റ് കൂൾ ഡൗൺ ഫോർ 50 seconds.
സ്റ്റെറൈൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി സെൽ പെല്ലറ്റ്സ് എല്ലാം നമ്മൾ ഈ സാമ്പിളിനകത്ത് കാണും, എപ്പൻഡ് ഓഫ് ട്യൂബിന്റെ ഉള്ളിൽ. ഇവിടെ നിന്നും ബോട്ടത്തിൽ നിന്നും പിക്ക് ചെയ്യുന്നു ഇനോക്കുലേഷൻ ലൂപ്പ് വഴി. എന്നിട്ട് ഇത് ഇങ്ങനെ സ്ട്രീക്ക് ചെയ്യുന്നു. എവിടെ? അഗർ പ്ലേറ്റിനുള്ളിൽ സ്ട്രീക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്ട്രീക്ക് ചെയ്തതിന് ശേഷം ആ പ്ലേറ്റ്സിനകത്താണ് നമ്മൾ എന്ത് ചെയ്യാം, സ്ട്രീക്ക് ചെയ്യുന്നത്. എന്നിട്ട് അതിനെ റൂം ടെമ്പറേച്ചറിൽ ഇനോക്കുലേറ്റ് ചെയ്യാണ് വെക്കുന്നത് ഇൻ ദ പ്രസൻസ് ഓഫ് ഫ്ലൂറസെന്റ് ലൈറ്റ്. ഒബ്സർവേഷൻ ഓൺ ദ സ്ട്രീക്കിംഗ് പ്ലേറ്റ് ബീങ് ഡൺ ആഫ്റ്റർ 2 weeks. ഇങ്ങനെയാണ് സ്ട്രീക്കിംഗ് കാണിക്കുന്നത്. ഇനോക്കുലേഷൻ വഴി സ്ട്രീക്ക് 1, ദെൻ സ്ട്രീക്ക് 2, ഇങ്ങനെ സ്ട്രീക്കിംഗ് മെത്തേഡിൽ കൂടെ വെക്കും. ഇത് സ്ട്രീക്ക് ചെയ്യപ്പെട്ട പ്ലേറ്റ്സ് ആണ്, സ്ട്രീക്ക് ചെയ്യപ്പെട്ട ട്യൂബ്സുകൾ, അങ്ങനെ പല രീതിയിൽ നമുക്ക് സ്ട്രീക്കിംഗ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്പ്രേയിങ് ആണ്. അതായത് സ്പ്രേയിങ് മെത്തേഡിൽ കൂടെ നമ്മൾ ഈ പറയുന്ന ഐസൊലേഷൻ ചെയ്യുവാണ്. സോ സ്ട്രീം ഓഫ് കംപ്രസ്ഡ് എയർ ഈസ് യൂസ്ഡ്. കംപ്രസ് എയർ വെച്ചിട്ട് ആ മേൽ കാണുന്ന ഭാഗം നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ കംപ്രഷൻ ഉണ്ടാവുകയും എയർ കയറിയിട്ട് കൂടെ മൈക്രോ ആൽഗേൽസ് കയറുകയും ചെയ്യുന്ന അവസ്ഥ. എന്നിട്ട് അങ്ങനെ എടുക്കുന്ന ആൽഗേസ് നമ്മൾ പെട്രി പ്ലേറ്റിലോട്ട് എടുത്തിട്ട് സോൾഫൈ ചെയ്ത് വർക്ക് ഓൺ ചെയ്യുന്നത്. പെട്രി പ്ലേറ്റ് ഹോൾഡ് ചെയ്യുക. ദെൻ 2 പാസർ പിപ്പറ്റ്സ് എടുക്കുക. ഈ റൈറ്റ് സൈഡ് കാണുന്ന സാധനമാണ് മൈക്രോ പിപ്പറ്റ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ കംപ്രഷൻ വഴി സ്പ്രേയിങ് ചെയ്യുന്നത്. ഓക്കെ, ഒരെണ്ണത്തിൽ കൂടെ നമ്മൾ ആൽഗൽ മിക്സർ എടുത്ത് നമ്മൾ കംപ്രസ് ചെയ്ത് വാട്ടർ എവിടെയാണോ ആൽഗൽ മിക്സർ ഉള്ളത് അതിൽ കൂടെ ഈ മൈക്രോ പിപ്പറ്റ്, ഈ പാസർ പിപ്പറ്റ്സിൽ കൂടെ കംപ്രസ് ചെയ്ത് മൈക്രോ ആൽഗേനെ എടുക്കുവാണ്. അപ്പൊ അവിടെ ഒരു വാക്യൂം ഉണ്ടാവുകയും എയർ ഫ്ലോ ഉണ്ടാവുകയും ചെയ്യുന്നു. സ്ട്രീം ഓഫ് ആൽഗെ കിട്ടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഒരു സസ്പെൻഷൻ പോലെ ഈ അഗർ പ്ലേറ്റിലോട്ട് നമ്മുടെ മൈക്രോ ആൽഗേനെ സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സിംഗിൾ സെൽ അല്ലെങ്കിൽ കോളനി അല്ലെങ്കിൽ ഫിലമെന്റ് ഐസൊലേഷൻസ് നമ്മൾ എടുക്കുവാണ് ത്രൂ മൈക്രോ പിപ്പറ്റ്സ്. ഇവിടെയും നമ്മൾ പാസർ പിപ്പറ്റ്സുകൾ, നമ്പർ ഓഫ് മൈക്രോ പിപ്പറ്റ്സ്, അതായത് പാസർ പിപ്പറ്റ്സുകളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഈ റൈറ്റ്സ് കാണുന്ന പിക്ചറാണ് ബെൻസൺ ബർണർ, ദാറ്റ് ഈസ് വി യൂസ്ഡ് ഫോർ സ്റ്റെറിലൈസേഷൻ പ്രോസസ്. ഇവിടെ നമുക്ക് ആവശ്യമായിട്ട് ഒരു നാരോ ഡയമീറ്റർ ടിപ്പുള്ള ഒരു പാസർ പിപ്പറ്റ് ആണ്. സോ ദാറ്റ് വി ക്യാൻ ഐസൊലേറ്റ് വെരി സ്മോൾ ആൽഗെ ആൻഡ് ലാർജർ ഡയമീറ്റർ ടിപ്പ് ഉള്ളത് ഫോർ വെരി ലാർജർ സെൽസ്. അങ്ങനെയാണ് നമ്മൾ 2 തരത്തിലുള്ള പാസർ പിപ്പറ്റ്സുകൾ യൂസ് ചെയ്യുന്നത്. വി നീഡ് ടു try to match the diameter of the pipette so that the size of the algal cells would be isolated. Method എന്ന് പറയുന്നത് പാസർ പിപ്പറ്റ് is placed over the flame of the Bunsen burner. ചൂടാകുന്നു. യൂസിങ് ഫോൾസെപ്സ് വെച്ചുകൊണ്ട് നമ്മൾ ടിപ്പ് ഓഫ് പാസർ പിപ്പറ്റ് സോഫ്റ്റൻ ചെയ്ത് വലിക്കുന്നു. വലിക്കുമ്പോഴത്തേക്കും നമ്മളൊരു പിപ്പറ്റിന്റെ അറ്റത്ത് ചൂടാക്കിയിട്ട് ഇങ്ങനെ വലിക്കുമ്പോഴത്തേക്ക് അത് നീളുകയും വണ്ണം കുറയുകയും ചെയ്യുന്നു. Ends of pipette should be smooth to prevent it from destroying the algal cell. Okay, pipette was then connected to rubber hose ലകത്തോട്ട് കയറ്റുന്നു. എന്നിട്ട് നമ്മൾ ഡ്രോപ്പ് ഓഫ് സാമ്പിൾ വാസ് ഡ്രോപ്ഡ് ഓൺ ദ സ്ലൈഡ്സ്. അത് നമ്മൾ അവിടെ നിന്നും ഇങ്ങനെ പ്രസ് ചെയ്യുവാണ്. അവിടെ നിന്ന് ഒരറ്റത്ത് നീ പറയുന്ന പാസർ പിപ്പറ്റിന്റെ അറ്റത്ത് കംപ്രസ് ചെയ്യുമ്പോഴത്തേക്കും വളരെ തിന്നായിട്ട് മാറുന്ന ആ എൻഡിനെ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഡ്രോപ്പ് ഓഫ് മൈക്രോ ആൽഗെ ഈസ് ടേക്കൺ ഔട്ട് ആൻഡ് ദിസ് മൈക്രോ ആൽഗെ ഈസ് ടേക്കൺ ടു എ സ്ലൈഡ്. സ്ലൈഡിലോട്ട് വെക്കുന്നു, ഗ്ലാസ് സ്ലൈഡിലോട്ട് വെക്കുന്നു. A drop of sample was dropped on the glass slide and was placed under the compound microscope. ഇങ്ങനെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ അടിയിൽ വെക്കുന്ന സ്ലൈഡിൽ നമ്മൾ സ്മോൾ ആയിട്ട് കാണുന്നു through the microscope. With the help of that passer pipette, we have to separate the microalgae and this microalgae has to be taken out from the glass slide using that passer pipette. അപ്പൊ passer pipetteന്റെ എൻഡ് വളരെ സ്മോൾ ആയത് കാരണം മൈക്രോസ്കോപ്പ് കൂടെ നോക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സിംഗിൾ ആൽഗേസിനെ വേർതിരിച്ചറിയാനും അവിടെ കൂടെ നമുക്ക് ഓരോ മൈക്രോ ആൽഗേസിനെ സെപ്പറേറ്റ് ചെയ്യാനും പറ്റുന്നു. അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത ആൽഗേസ് ഫൈനലി ദ സിംഗിൾ സെൽ ഈസ് ട്രാൻസ്ഫർഡ് ടു ദ മീഡിയ ലോട്ട് മാറ്റി കൊടുക്കും. ഇതാണ് സോഫ്റ്റനിങ് ചെയ്യുന്ന പ്രൊസീജിയർ. ഐസൊലേഷൻ ഇങ്ങനെ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കിയതിനു ശേഷം അവിടെ വെച്ചുകൊണ്ട് നോക്കിക്കൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യും. ഇനി അടുത്ത പ്രോസസ് എന്ന് പറയുന്നത് ഐസൊലേഷൻ ബൈ ഡൈല്യൂഷൻ ആണ്. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഹിയർ വിത്ത് ദ നീഡഡ് ടെസ്റ്റ് ട്യൂബ്, സീ വാട്ടർ, മൈക്രോപിപ്പറ്റ്, സ്റ്റോക്ക് കൾച്ചർ. 10 ടെസ്റ്റ് ട്യൂബ് ബീങ് ഫിൽഡ് അപ്പ് വിത്ത് 9 ml ഓഫ് വാട്ടർ വെച്ചിട്ട് നമ്മൾ 10 ടെസ്റ്റ് ട്യൂബ് എടുത്ത് ആഡ് ചെയ്യുന്നു. 1 milliliter
കൾച്ചർ ആൽഗൽ കൾച്ചർ എടുത്ത് നമ്മൾ ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബിലോട്ട് ആഡ് ചെയ്യുന്നു. അപ്പൊ അവിടെ 9+1 10 ആയി. മിക്സ് ചെയ്യുന്നു യൂസിങ് എ മൈക്രോപിപ്പറ്റ്. അതിൽ നിന്നും 1 ml എടുത്ത് ബാക്കി ഓരോന്നിലും ഇങ്ങനെ ആഡ് ചെയ്യും. അതായത് ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബിൽ 9 ml ഉണ്ടായിരുന്നു, അതിനകത്തോട്ട് 1 ml ആൽഗൽ കൾച്ചർ ഇടുമ്പോൾ അത് 10 ml ആയി. അത് മിക്സ് ചെയ്തിട്ട് അതിൽ നിന്നും നമ്മൾ 1 ml വീതം 1 ml വീതം ഓരോ ടെസ്റ്റ് ട്യൂബിലോട്ട് മായ്ക്കും. എന്നിട്ട് റിപ്പീറ്റ് ചെയ്ത് ഈ എല്ലാ ടെസ്റ്റ് ട്യൂബിലും ഒരുപോലെ കണ്ടീഷൻസ് ചെയ്യും. ഈ ടെസ്റ്റ് ട്യൂബുകളെല്ലാം റൂം ടെമ്പറേച്ചർ വെച്ച് ഫ്ലൂറസെന്റ് ലൈറ്റും എല്ലാം കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ആൽഗൽ ഗ്രോത്ത് അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ സിംഗിൾ സെൽഡ് ആൽഗേസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഐസൊലേഷൻസ് മെത്തേഡ്സ്. After 3 days, after 8 days, after 5 days, after 16 days, we can see same kind of single algae which can be seen isolated and cultured. In this process, antibiotics are added to grow the medium, to grow algal in the medium. So also it is used to discourage the growth of contaminating by cyanobacteria and other bacteria. Sterility is checked with the test tube and seawater is also added. And it is based under light intensity of about 1000 lux and a temperature of 16 to 90 degrees Celsius. Continuous culture of microalgae in plastic bags in the picture another. So possible usage of cultures is that it is used in exotoxicity test, feed organisms for daphnites, protozoan, shellfish in algae bhakshikan kodukunu, high lipid species that are potential sources of biofuel also, production of natural novel products for use in cosmetic, food and drug applications, toxic cyanobacteria for use in algal bloom, biocontrol, then toxic effect studies as well as development of toxin detention methods. Examples are bracket കൊടുത്തിരിക്കുന്നത്. Cyanobacteria from industrially polluted sites, algal and cyanobacteria causing odor and taste in fresh waters, algal from extreme environments, high salt conditions വളരുന്ന algae culture ചെയ്യാൻ വേണ്ടിയിട്ട്, filamentous algae and diatoms from acid stress lake അതിന്റെ കൾച്ചറിന് വേണ്ടിയിട്ട്, physiology and molecular basis of metal toxicity and tolerance in algae using strains that are resistant to heavy metals, public and aesthetic but also environmentally beneficial projects such as algal gardens ഇത് വേണ്ടിയിട്ട്, then production of natural novel products for use in cosmetics, food and drug applications വേണ്ടിയിട്ട് നമ്മൾ കൾച്ചർ ചെയ്യുന്നു. For carbon sequestration, bioremediation, impact of ultraviolet radiation on algae, taxonomic identification of algae by DNA barcoding, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കൾച്ചർ യൂസ് ചെയ്യുന്നത്. Now we are going to discuss about algal cultivations. Algal cultivations usually controllable ആയിരിക്കും. 20 degrees Celsiusലൊക്കെയാണ് നമ്മൾ ചെയ്യുക. Cool white fluorescent bulbs യൂസ് ചെയ്യുന്നു. 250 milliliter flask മുതൽ high liter ഫ്ലാസ്കുകൾ വരെ നമ്മൾ യൂസ് ചെയ്യുന്നു. The proteose medium we uses are this: 1 liter Bristol medium, 10 milliliter sodium nitrate, calcium chloride, magnesium sulfate, potassium phosphate monobasic ആയിട്ടുള്ളതും, sodium chloride, water, protease peptone ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നുമുണ്ട്. First we will talk about synchronous culture. ഇനെ ഷേക്ക് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് കൾച്ചർ ആണിത്. ഓൾവേസ് ആൽഗൽ കൾച്ചർ വിൽ ബി ഷേക്കിംഗ് കണ്ടീഷനിലാണ് ഇത് കാണപ്പെടുക. A microbiological culture അല്ലെങ്കിൽ സെൽ കൾച്ചർ ഓഫ് ആൽഗെ ദാറ്റ് കണ്ടെയ്ൻ സെൽസ് ദാറ്റ് ആർ ഇൻ സെയിം ഗ്രോത്ത് സ്റ്റേജിൽ ഉള്ളതാണ് നമ്മൾ സിൻക്രണസ് ഗ്രോത്ത്. ഒരേ ലെവലിൽ ഗ്രോത്ത് കാണിക്കുന്ന ആൽഗേസിന് നമ്മൾ സിൻക്രണസ് കൾച്ചർ യൂസ് ചെയ്യുന്നു, വിച്ച് ഈസ് വെരി യൂസ്ഫുൾ ഫോർ ബയോളജിക്കൽ റിസർച്ച് ഇൻ സെൽ സൈക്കിൾ ആൻഡ് ഗ്രോത്ത്. സിംഗിൾ സെല്ലായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക, ഈസിലി എസ്റ്റിമേറ്റ് ചെയ്യാനും പറ്റും. മാസ് കൾച്ചർ ആൽഗെ എന്ന് പറഞ്ഞാൽ മാസ് ആയിട്ട് നമ്മൾ സ്പീഷീസുകൾ സെലക്ട് ചെയ്ത് സൈസും ന്യൂട്രീഷണൽ വാല്യൂവും എല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം മാത്രം കൾച്ചർ ചെയ്യുന്നു. മാസ് പ്രൊഡക്ഷൻ ആയിരിക്കും മാസ് കൾച്ചർ ചെയ്യുക, സച്ച് ആസ് ബാച്ച് കൾച്ചർ വിച്ച് വിൽ ബി ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും, സെമി കണ്ടിന്യൂസ് ആൻഡ് കണ്ടിന്യൂസ് കൾച്ചർ. Batch culture method usually consists of single inoculation of cells into a container of fertilized seawater batch culture നമ്മൾ ചെയ്യാറ്, followed by a growing period of several days. Finally, harvesting when algal population reaches its maximum or near maximum density. In practice, algae are transferred to larger culture volume prior to reaching the stationary phase.
ഒരു കണ്ടെയ്നറിൽ ബാച്ച് വൈസ് ആയിട്ട് ചെയ്യുന്നു. ബാച്ച് കൾച്ചർ സിസ്റ്റം 20,000 ലിറ്റർ ടാങ്ക്സിൽ ചെയ്യുന്ന പിക്ചറാണിത്. 2,000 to 5,000 liter mass culture tanks. Here, what we are saying is that it is a single inoculation of cells into container of fertilized seawater. നമ്മൾ fertilized seawater-നകത്ത് ഒരു സിംഗിൾ ഇനാക്കുലേഷൻ ഓഫ് സെൽസ് ഇൻടു എ കണ്ടെയ്നർ, അങ്ങനെയാണ് നമ്മൾ ബാച്ച് കൾച്ചർ ചെയ്യുന്നത്. എന്നിട്ട് ഈ ആൽഗെ ആർ ട്രാൻസ്ഫർ ടു ലാർജർ കൾച്ചർ വോളിയംസിലോട്ട് പിന്നീട് മാറ്റുകയാണ് ചെയ്യുന്നത്. കണ്ടിന്യൂസ് കൾച്ചർ മെത്തേഡ്, ഇവിടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കൾച്ചർ മെത്തേഡാണ് നമ്മൾ കാണുക. വേർ a culture in which a supply of fertilized seawater is continuously pumped to growth chamber and the excess culture is simultaneously washed out. അങ്ങനെയാണ് നമ്മൾ കണ്ടിന്യൂസ് കൾച്ചറിൽ ചെയ്യുക. 2 categories ഉണ്ട്, turbidostat culture, chemostat culture. Turbidostat culture in which algal concentration is kept at a preset level നമ്മൾ ചെയ്യുന്നത്. Chemostat culture in which flow of fresh medium is introduced into the culture as steady predetermined rate കൊടുക്കുകയാണ് ചെയ്യുന്നത്. These are the advantages and disadvantages of various algal culture. Continuous എന്ന് പറഞ്ഞാൽ efficient ആയിരിക്കും, difficult ആയിരിക്കും. Semi continuous easier ആയിരിക്കും, but less reliable ആണ്. Batch method എന്ന് പറയുന്നത് easiest ആയിരിക്കും, but less efficient ആയിരിക്കും. Another kind of culture is open system, open pond systemത്തിലൂടെയുള്ള നമ്മുടെ culture ആണ്. Here, that is converted can be categorized into natural and artificial ponds. The most commonly used systems are big ponds, tank, circular ponds, raceway ponds. 1950s മുതൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. The ponds in which algal cultivation നമ്മൾ raceway ponds എന്ന് പറയുന്നത്. Raceway എന്ന് പറഞ്ഞാൽ കുതിരയോട്ടത്തിന് നമ്മൾ raceway കോമ്പൗണ്ട്സുകൾ അല്ലെങ്കിൽ ഗ്രൗണ്ട്സ് പോലെ ഇങ്ങനെ റൗണ്ടഡ് ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കറങ്ങി നിൽക്കുന്ന അവസ്ഥയാണ് റേസ്വേ പോണ്ട്സ്. ഇസ് ലാർജ് ഓപ്പൺ വാട്ടർ റേസ്വേ ട്രാക്ക് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. വേർ ആൽഗെ ആൻഡ് ന്യൂട്രിയൻസ് ആർ പംപ്ഡ് അറൌണ്ട് ബൈ മോട്ടറൈസ്ഡ് പാഡിൽസ് വെച്ചുകൊണ്ട്, മോട്ടറൈസ്ഡ് വീൽസ് വെച്ചുകൊണ്ട് നമ്മൾ സർക്കുലേറ്റ് ചെയ്യുന്നു. ബാക്ക് ആൻഡ് ഫ്രോ നമ്മൾ സർക്കുലേറ്റ് ചെയ്ത് ഒരു ഓൺ എ റെഗുലർ ഫ്രീക്വൻസിയിൽ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പോണ്ട്സ് ആർ യൂഷ്വലി കെപ്റ്റ് ഷാലോ, കുറച്ച് ഷാലോ ആയിട്ടായിരിക്കും ഇത് കൊടുക്കുക. സോ ഷാലോ പോണ്ട്സുകളാണ് ഇവിടെ യൂസ് ചെയ്യുക. സോ ലിമിറ്റഡ് ഡെപ്ത് ആയിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക. കണ്ടിന്യൂസ് മാനറിൽ കാർബൺ ഡയോക്സൈഡ് ന്യൂട്രിയൻസും ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. റേസ്വേ പോണ്ട്സ്. So these are the different kinds of algae which are cultivated in open pond system: Anabaena, Nostoc, Chlorella, Dunaliella, Arthospira. Advantages എന്ന് പറയുന്നത്, one of the major advantages of open ponds is that it is easier to construct and operate. Disadvantage is poor light utilization കാരണം diffusion of carbon dioxide to the atmosphere ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇവാപറേഷൻ പ്രോസസ്സ് കൂടുതലായിരിക്കും. ഇതിങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. Next one is closed എന്ന് പറയുന്നത്. Closed എന്ന് പറയുമ്പോഴത്തേക്ക് it is different from the open. It is alternative to the open system. Controlled ആയിരിക്കും. Environmental conditions കൊടുത്തുകൊണ്ട് നമ്മൾ ക്ലോസ്ഡ് ആയിരിക്കും. കണ്ടെയ്നേഴ്സ് ആയാലും എന്തായാലും, വലിയ കണ്ടെയ്നേഴ്സ് ആയാലും വലിയ ടാങ്കുകളായാലും എല്ലാം ക്ലോസ്ഡ് ആയിരിക്കും. It allows more species to be grown than the open. It is possible that there is no evaporation, and also this increase in the amount of carbon dioxide in the systems are there, so that we can increase the rate of growth of algae. Next is algal cultivation in photobioreactors. So photobioreactors എന്താണെന്നുള്ളതാണ്. Algal cultivation can be achieved in 2 types. നമ്മൾ നേരത്തെ പറഞ്ഞു ഓപ്പൺ പോണ്ട്സും പിന്നീട് ഈ photobioreactors. Actually closed ആയിട്ടുള്ള സിസ്റ്റം ആണ് നമ്മൾ ഈ പറയുന്ന photobioreactors എന്ന് പറയുന്നത്. It's a closed equipment which provides controllable environment and higher productivity of algae കൊടുക്കുന്നതാണ് നമ്മുടെ photobioreactors. It is a closed system. Growth requirements of algae are introduced into the system. ഈ ഇതിനകത്തോട്ട് നമ്മൾ growth requirements ആവശ്യമായിട്ടുള്ളതെല്ലാം കൊടുക്കുകയും and controlled according to the requirements. It facilitates better control of
cultured environment such as carbon dioxide supply, water supply, പിന്നീട് optimal temperature, efficient exposure to light, density, pH, gas supply rate, ഇതെല്ലാം നമുക്ക് ഫോട്ടോബയോറിയാക്ടേഴ്സിൽ കൊടുക്കുവാൻ സാധിക്കും. ഇവിടെ ടിപ്പിക്കൽ ഫോട്ടോബയോറിയാക്ടർ ഈസ് 3-phased ആയിട്ടുള്ള ക്ലോസ്ഡ് സിസ്റ്റം ആണ്. ഒന്ന് കൾച്ചർ മീഡിയം ആസ് ദ ലിക്വിഡ് ഫേസ്, സെൽസ് ആസ് ദ സോളിഡ് ഫേസ് ആൻഡ് എയർ ആസ് ദ ഗ്യാസ് ഫേസ്. അങ്ങനെയാണ് നമ്മൾ കൺട്രോളബിൾ ആയിട്ട് കൊടുക്കുന്നത്. ഡിഫറെന്റ് എൻവയോൺമെന്റൽ ആൻഡ് കണ്ടീഷൻസിലായിരിക്കും ഇത് കൊടുക്കുക. ഇറ്റ് പ്രിവെന്റ്സ് എ കണ്ടാമിനേഷൻ. നമ്മൾ പുറത്തു നിന്നുള്ള അതർ മൈക്രോ ഓർഗാനിസംസും അതുമെല്ലാം പ്രിവെന്റ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ പറയുന്ന ഫോട്ടോബയോറിയാക്ടേഴ്സിൽ. ആൻഡ് ഹിയർ വി ക്യാൻ സീ ദാറ്റ് ഹയർ ഏരിയൽ പ്രൊഡക്ടിവിറ്റി, ഏറ്റവും ഹയർ ആയിട്ടുള്ള സ്പേസ് നമ്മൾ താഴെയുള്ള പ്രോസ്ട്രേറ്റ് ലെവൽ, ഗ്രൗണ്ട് ലെവൽ സ്പേസിനെ കാട്ടിയും ഹയർ ഏരിയൽ പ്രൊഡക്ടിവിറ്റീസ്, അതായത് ഹൈറ്റ് കൂട്ടിക്കൊണ്ട് നമുക്ക് പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റും. ആൻഡ് ദ പ്രിവെൻഷൻ ഓഫ് വാട്ടർ ലോസ് നമുക്കിവിടെ നടത്താൻ പറ്റും. സെൻസിറ്റീവ് സ്ട്രെയിൻസ് ആയിട്ടുള്ള ആൽഗേസ് നമുക്കിവിടെ ചെയ്യാനും പറ്റും. ഓഫേഴ്സ് ഹൈ ലെവൽ ഓഫ് കൺട്രോൾ. ഏതാണ് ഇവിടുത്തെ അനദർ പെക്യുലാരിറ്റി? ഹൈ ലെവൽ ഓഫ് കൺട്രോൾ നമുക്കിവിടെ ചെയ്യുവാനും സാധിക്കും. pH-ഉം ടെമ്പറേച്ചറും എല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ട് സ്പീഷീസ് സെലക്ഷനും നമുക്കിവിടെ ചെയ്യാൻ പറ്റും. ഇത് ഫോട്ടോബയോറിയാക്ടറിന്റെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ്. നെക്സ്റ്റ് ഇസ് ദ ഹാർവെസ്റ്റിംഗ് പ്രോസസ്. നമ്മൾ ഫോട്ടോബയോറിയാക്ടറിൽ കൂടെയോ ഓപ്പൺ സിസ്റ്റത്തിൽ കൂടെയോ കൾച്ചർ മെത്തേഡ്സിൽ കൂടെയോ ഒക്കെ എടുക്കുന്ന ആൽഗേസിനെ നമ്മൾ എങ്ങനെ ഹാർവെസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഗ്രാവിറ്റി സെഡിമെന്റേഷൻ ആണ് ഒരു പ്രോസസ്. ഇവിടെ ഗ്രാവിറ്റി അനുസരിച്ച് നമ്മൾ സെൻട്രിഫ്യൂജ് എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ സെൻട്രിഫ്യൂജ് ചെയ്ത് കഴിയുമ്പോൾ ഗ്രാവിറ്റി അനുസരിച്ച് തിക്ക് ആയിട്ടുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ വെയിറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് താഴെ അടിഞ്ഞുകൂടുകയാണ് ചെയ്യുന്നത്, സെഡിമെന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സെൻട്രിഫ്യൂഗേഷൻ ഇസ് സിമിലർ ടു സെഡിമെന്റേഷൻ. നമ്മൾ സെഡിമെന്റേഷനിൽ ഇങ്ങനെ സെൻട്രിഫ്യൂഗ് പോലെ ഇങ്ങനെ ചെയ്യുന്ന അവസരത്തിൽ സെൻട്രിഫ്യൂജ് ചെയ്യുന്ന പോലെ താഴെ അടിഞ്ഞുകൂടുന്നത് പോലെ തന്നെ ഇവിടെയും സെഡിമെന്റേഷൻ പ്രോസസ് ആണ് ഇവിടെ നടക്കുന്നത്. ബട്ട് വി യൂസ് എ സെൻട്രിഫ്യൂജ്. ആൽഗെ താഴെ അടിഞ്ഞുകൂടിയിട്ട് അവിടുന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. ആ സൂപ്പർ നീറ്റന്റിനെ നമ്മൾ കളക്ട് ചെയ്യും. ഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ ലാർജ് സൈസ്ഡ് ആയിട്ടുള്ള ആൽഗേസിനെ നമ്മൾ ഫിൽട്ടർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഡയറ്റമീഷ്യസ് എർത്ത് പോലുള്ള ആൽഗേസ്, സ്മോൾ യൂണിസെല്ലുലർ ആൽഗേസ് എല്ലാം ഫിൽട്ടർ ഉപയോഗിച്ച് ഫിൽട്രേഷൻ വഴി നമ്മൾ ആൽഗെ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഡെഡ് എൻഡ് ഫിൽട്രേഷൻ, മൈക്രോ ഫിൽട്രേഷൻ, അൾട്രാ ഫിൽട്രേഷൻ, ഇതുപോലുള്ള ഫിൽട്രേഷനുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബയോമാസ് ഫിൽട്രേഷൻ, വാക്യൂം ഫിൽട്രേഷൻ, അങ്ങനെ പലതരത്തിലുള്ള ഫിൽട്രേഷൻ പ്രോസസ്സുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഫ്ലോട്ടേഷൻ എന്ന് പറയുന്നത് വേറൊരു പ്രോസസ് ഓഫ് ഫിൽട്രേഷൻ ആണ്, ഹാർവെസ്റ്റിംഗ് ആണ്. വേർ വി ക്യാൻ സീ the algae float on the surface of water. Separation process based on the attachment of air bubbles to solid particles. Air bubbles ആയിട്ട് solid particles attach ചെയ്ത് മേലെ വന്ന് ഫ്ലോട്ട് ചെയ്ത് കിടക്കുമ്പോഴത്തേക്കും നമ്മൾ അതിനെ float to the liquid surface and that thereby harvest it. Air bubbles drift up the smaller particles. Dissolved air flotation, electrolytic flotation, dispersed air flotation തുടങ്ങിയവയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലോട്ടേഷൻ ടൈപ്സ്. ഫ്ലോക്കുലേഷൻ എന്ന് പറയുന്നത് അനദർ മീഡിയം ഓഫ് ഹാർവെസ്റ്റിംഗ് ആണ്. ഇവിടെ കൊളോയിഡ്സ് കം ഔട്ട് ഓഫ് സസ്പെൻഷൻ ഇൻ ദ ഫോം ഓഫ് ഫ്ലോക്ക് അല്ലെങ്കിൽ ഫ്ലേക്ക് എന്ന് പറയുന്ന രീതിയിൽ ഇത് സസ്പെൻഡ് ചെയ്ത് ഇങ്ങനെ കിടക്കുകയാണ് ചെയ്യുന്നത്. അതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കും. ഇത് സെഡിമെന്റേഷൻ അല്ല, ഫ്ലോക്കുലേഷൻ എന്ന് പറയുന്ന വേറൊരു പ്രോസസ്സാണ്. ദിസ് സെപ്പറേറ്റ് മൈക്രോ ആൽഗൽ ഫ്രം ബ്രോത്ത് കണ്ടീഷനിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുകയാണ്. ഇവിടെ സെൻട്രിഫിക്കേഷനും സെഡിമെന്റിലും നമ്മളിങ്ങനെ റൗണ്ട് ചെയ്ത് അതിനെ സെഡിമെന്റ് ചെയ്യുന്ന പോലെ ഇവിടെ സെഡിമെന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ബട്ട് ദി യൂസ് ഓഫ് കെമിക്കൽസ് ആർ നീഡഡ് ഹിയർ. മൈക്രോ ആൽഗൽ സെൽ വാൾസ് നെഗറ്റീവ് ചാർജ് ആകുകയും അങ്ങനെ സെൽഫ് അഗ്രിഗേഷൻ പ്രിവെന്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെ നെഗറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് നമ്മൾ എൻകൗണ്ടേർഡ് ബൈ ദ അഡീഷൻ ഓഫ് പോളിവാലന്റ് അയോൺസ് ആയിട്ടുള്ള കെമിക്കൽസ് ആഡ് ചെയ്യുമ്പോൾ ഫ്ലോക്കുലൻസ് ആയിട്ട് മാറി അത് അടിഞ്ഞുകൂടുകയാണ് ചെയ്യുന്നത്. അത് കാറ്റോണിക് ആകാം, മയോണിക്, ആനയോണിക് ആകാം, നോൺ അയോണിക്കും ആകാം.
പ്രിസർവേഷൻ ആൻഡ് സ്റ്റെയിനിങ് ഓഫ് ആൽഗെ. പലതരത്തിൽ നമുക്ക് ആൽഗേസ് സ്റ്റെയിൻ ചെയ്തെടുക്കാം അല്ലെങ്കിൽ പ്രിസർവ് ചെയ്തെടുക്കാം. കൊമേഴ്സ്യൽ ഫോർമാലിൻ ഉപയോഗിച്ച് പ്രിസർവ് ചെയ്യാം. ഡൈല്യൂഷൻ ബിറ്റ്വീൻ 1/10 1/20 എന്നുള്ള ഒരു യൂസേജിൽ നമുക്ക് പ്രിസർവ് ചെയ്തെടുക്കാം. ഫോർമാലിനും ഗ്ലേഷ്യൽ അസിറ്റിക് ആസിഡും ആൽക്കഹോളിന്റെ 1:1:8 എന്നുള്ള റേഷ്യോയിൽ വേണമെങ്കിൽ നമുക്ക് പ്രിസർവ് ചെയ്യാം. ല്യൂഗോൾ സൊല്യൂഷൻ നമ്മൾ പ്രിസർവ്ഡ് ആയിട്ടുള്ള പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഡ്രൈഡ് ഹെർബേറിയമായിട്ടും ആൽഗെ നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റും. പെർമനന്റ് സ്ലൈഡിൽ നമ്മൾ യൂസ് ചെയ്ത് നമ്മൾ ഫ്യൂച്ചർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് നമുക്ക് ആൽഗേനെ പ്രിസർവ് ചെയ്തെടുക്കാൻ പറ്റും. അനലിൻ ബ്ലൂ എന്ന് പറയുന്ന സ്റ്റെയിൻ ആയിരിക്കും നമ്മളവിടെ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് യൂസ് ചെയ്യുന്നു, വിച്ച് ഇസ് KMnO4. ഇന്ത്യ ഇങ്ക് എന്ന് പറയുന്നത് നമ്മൾ മ്യൂസിലേജ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. താങ്ക് യു.